നമസ്കാരം. IPL അതിൻ്റെ അവസാന ലാപ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ഓരോ മത്സരങ്ങളും അതിനിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം 2 ടീമുകളാണ് IPLന്ന് പുറത്തായിട്ടുള്ളത്. അതിൽ ഒന്ന് മുംബൈ ഇന്ത്യൻസ് ആണ്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു ടീമായിരുന്നു ഈ പ്ലേ ഓഫിലേക്ക് എത്തുമെന്ന്. പക്ഷേ മുംബൈക്ക് വലിയ പ്രതീക്ഷയോടെ എത്തി ഈ തിരിഞ്ഞു നടക്കാനായിരുന്നു ഈ സീസണിൽ സംഭവിച്ചത്. അപ്പോൾ സാറേ, എന്തായിരിക്കും മുംബൈക്ക് സംഭവിച്ചത് ഈ സീസണിൽ? മുംബൈക്ക് ഈ സീസൺ എന്നല്ല, കുറച്ച് സീസണായിട്ട് ഇത് തന്നെ സംഭവിക്കണം. കഴിഞ്ഞ തവണ പ്ലേ ഓഫിലെത്തി എന്നുള്ളത് ശരിയാണ്. പക്ഷേ 20 അവർ ടൈറ്റിൽ ജയിക്കുമ്പോൾ അത് 8 കൊല്ലത്തിൽ അവരുടെ 5ാമത്തെ ടൈറ്റിലായിരുന്നു. അതിനുശേഷം ഒരു ഫൈനൽ പോലും എത്തിയിട്ടില്ല. പല സീസണും അവസാനത്തെ സ്പോട്ടിൽ അല്ലെങ്കിൽ 9ാമത് അങ്ങനെയൊക്കെ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആകപ്പാടുള്ളൊരു പ്രശ്നം, അവർ വിചാരിച്ചത് ഹാർദിക് പാണ്ഡ്യയെ കൊണ്ടുവരുമ്പോൾ എല്ലാം സെറ്റാവുന്നതാണ്. പണ്ട് അവരുടെ കളിക്കാരനും കൂടിയായിരുന്നല്ലോ. പക്ഷെ ഇപ്പം 3ാമത്തെ സീസണാണ് ഹാർദിക് ക്യാപ്റ്റനായിട്ട്. അതിൽ 2 വളരെ ദയനീയമായിട്ടുള്ള പരാജയം തന്നെ. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഹാർദിക് പാണ്ഡ്യനെ കൊണ്ടുവരുമ്പോൾ മുംബൈ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഈ തോൽവിയുടെ ഒരു കാരണം ഹാർദിക് പാണ്ഡ്യ മാത്രമാണോ, അല്ലെങ്കിൽ ടീമിന്റെ മൊത്തത്തിലൊരു പ്രകടനം? പക്ഷെ ഹാർദിക് പാണ്ഡ്യയെ കൊണ്ടുവന്ന പാകപ്പാട് ടീമിന്റെ അന്തരീക്ഷം മോശമായി. അത് ഹാർദിക് പാണ്ഡ്യയോടുള്ള വിരോധം കാരണമല്ല, പക്ഷെ ബാക്കി കളിക്കാർക്ക് അറിയായിരുന്നു അതിൻ്റെ പുറകിലുള്ള കഥ. ഇതെന്താ വെച്ചാൽ ആനന്ദ് അംബാനി നേരിട്ട് പോയിട്ട് ഹാർദിക് പാണ്ഡ്യയെ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്ന്. അതും കൊടുത്ത പൈസ ഈ IPL ലേലത്തിന് നമ്മൾ കാണിക്കേണ്ടത് റിട്ടേൺ പ്രൈസ് 18 crore 16 crore എന്നൊക്കെയാണ് ചില കളിക്കാരുടെ ഇതിൽ എഴുതി കാണിക്കുക. പക്ഷെ ഹാർദിക് പാണ്ഡ്യക്ക് കൊടുത്തിട്ടുള്ളത് 3 സീസണിന് 100 കോടിയാണ് റിലയൻസിൻ്റെ ഭാഗത്ത്. അതിപ്പോൾ ബാക്കിയുള്ള പൈസ വേറെ പല രീതിയിലും കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അത് ബാക്കി കളിക്കാർക്കും അറിയാം. അപ്പോൾ ആകപ്പാടെ ഡ്രസ്സിങ് റൂമിലത്തെ അന്തരീക്ഷം മോശമായി. ഞാൻ ഇന്ത്യ ക്യാപ്റ്റനാണ്, ഞാൻ ഇന്ത്യ ലോകകപ്പിലേക്ക് നയിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഇവന് 100 കോടി കൊടുത്തവനെ ക്യാപ്റ്റനാക്കി. അപ്പം അങ്ങനെ വരുമ്പോൾ ആകപ്പാട് ഡ്രസ്സിങ് റൂം അറ്റ്മോസ്ഫിയർ മോശമായി. ഇപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചില കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസ് വിടാൻ ഒരുങ്ങുന്നു എന്നുള്ള രീതിയിൽ. മാത്രമല്ല, ഹാർദിക് പാണ്ഡ്യക്ക് വലിയ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഒന്നല്ല, താരത്തെ മാറ്റി നിർത്തുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. മുംബൈ ഇന്ത്യൻസിനെ അൺഫോളോ ചെയ്തു സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അത് ആ വാർത്തയിലൊക്കെ എത്രത്തോളം സത്യമുണ്ട്? അടുത്ത സീസണിൽ ഹാർദിക് മുംബൈയിൽ തന്നെ തുടരാനുള്ള ഒരു സാധ്യത ഉണ്ടോ? ഒരു സാധ്യതയില്ല. എന്താ വെച്ചാൽ ഇതിപ്പോൾ ഈ ഒരു പരിക്കെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് മാറ്റി നിർത്താൻ വേണ്ടി തന്നെ, എന്താ വെച്ചാൽ ഒരു ബാക്ക് സ്പാസം എന്ന് പറഞ്ഞാൽ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ഡയഗ്നോസിസും ഒരു ടൈം ലൈനും. ഇപ്പോൾ ഒരു ഹാംസ്ട്രിങ് സ്ട്രെയിൻ ആണെങ്കിൽ ഡോക്ടർമാർക്ക് അറിയാം 2 ആഴ്ച. മൈൽഡ് ഹാംസ്ട്രിങ് സ്ട്രെയിൻ ആണെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വരാം, അല്ലെങ്കിൽ 3 ആഴ്ച കഴിഞ്ഞിട്ട്. ഇതിപ്പോൾ ബാക്ക് സ്പാസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസത്തിൽ മാറും, ചിലപ്പോൾ 2 മാസം എടുക്കും. അപ്പോൾ ആ ഒരു എക്സ്ക്യൂസിൽ നീ സീസൺ മുഴുവൻ ഹാർദിക്കിനെ കളിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത സീസണിന് മുമ്പ് അവർ ഉറപ്പായിട്ടും ട്രേഡ് ചെയ്യും. എന്താ വെച്ചാൽ ഈ ഒരു എക്സ്പെരിമെൻ്റ് ഇപ്പോൾ 3 സീസൺ ആയല്ലോ, അത് തീർച്ചയായിട്ടും ഫലിച്ചിട്ടില്ല. പിന്നെ ഈ മുംബൈയിലൊരു അന്തരീക്ഷം പറയുമ്പോൾ ഇനി അവർക്കൊരു പുതിയൊരു ക്യാപ്റ്റനെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നിലവിലെ അവസ്ഥയിൽ ആരായിരിക്കും മുംബൈയുടെ ഒരു ക്യാപ്റ്റനായിട്ട് ഇനി വരെ? സൂര്യകുമാറിനൊരു ചാൻസ് കൊടുക്കുമോ, അല്ലെങ്കിൽ തിലക് വർമ്മ ഉൾപ്പെടെയുള്ള പുതിയ കളിക്കാരിലേക്ക് അവർ ഭാവിയിലേക്ക് നോക്കുക തന്നെ പറ്റുള്ളൂ. ഇപ്പം സൂര്യകുമാറിൻ്റെ പേഴ്സണൽ ഫോം അത്രയും മോശം. ഇപ്പം ഇന്ത്യൻ ടീമിലേക്ക് വരെ സെലക്ട് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല. അത്രയും മോശം പ്രദർശനമാണ് ഈ സീസൺ. പിന്നെ രോഹിത് ശർമ്മയ്ക്ക് 40 വയസ്സായി. ബുംറയുടെ ഫിറ്റ്നസിനെ പറ്റി വലിയ ചോദ്യങ്ങളാണ്. ഇപ്പോൾ പല എക്സ്പേർട്സും ചോദ്യം ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ട് ബുംറ എല്ലാ മാച്ചും കളിക്കണു, അത് ഇന്ത്യക്ക് നല്ലതാണോ? ഇത് തന്നെ പല കളിയിലും വളരെ ഫ്ലാറ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത് ബുംറയുടെ ബോളിംഗ്. അപ്പോൾ അവർ മുന്നോട്ട് നോക്കിയിട്ട് മിക്കവാറും തിലക് വർമ്മയെ തന്നെ ആയിരിക്കും ക്യാപ്റ്റനാക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഈ ഹാർദിക് മടങ്ങുകയാണെങ്കിൽ ഹാർദിക് ഏത് ടീമിലേക്ക്, ഏത് ഫ്രാഞ്ചൈസിന്റെ ഭാഗമാകാനാണ് കൂടുതൽ സാധ്യത? കഴിഞ്ഞ ദിവസമൊക്കെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോകുന്ന രീതിയിലൊരു വാർത്തകളൊക്കെ കണ്ടിരുന്നു. അതിലൊക്കെ എന്തെങ്കിലും ഒരു വാസ്തവമുണ്ടോ? അതിൽ നല്ല സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ MS ധോണിയാണ് ഹാർദിക്കിനെ വളർത്തി വലുതാക്കിയ ഒരു ക്യാപ്റ്റൻ. ശരിക്കും ആ നിർണായകമായിട്ടുള്ള ആ ഒരു ഓവർ ബംഗ്ലാദേശായിട്ട് T20 ലോകകപ്പ് 2016 അതിൽ എനിക്ക് നിന്നെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് ഹാർദിക് ബോൾ ചെയ്തിട്ടാണ് ശരിക്കും ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറിയത്. അപ്പോൾ പിന്നെ ധോണിയെ ചോദ്യം ചെയ്യില്ല ഒരു കളിക്കാരനും. ധോണിയുടെ കൂടെ കളിച്ച ഒരു കളിക്കാരനും ധോണിയുടെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. പിന്നെ CSKക്ക് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു
ഓൾറൗണ്ടറെ ആവശ്യമാണ്. ഈ സീസൺ ഹാർദിക്കിൻ്റെ പ്രദർശനം വളരെ മോശമാണ്. അതെ. പക്ഷെ നമ്മളിപ്പോൾ ലോകകപ്പിലൊക്കെ കണ്ടതാണ്, ശരിക്കും ഫോമിലാണെങ്കിൽ ഒരു ക്ലാസ് പ്ലെയറാണ്. അപ്പോൾ അത് ചെന്നൈയുടെ ടീമിലും ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യും ശരിക്കും. അപ്പോൾ നിലവിൽ ചെന്നൈയുടെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ശിവൻ ദുബെ അവിടെ ഉണ്ട്, പിന്നെ ക്യാപ്റ്റൻസി മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞ് സഞ്ജു സാംസൺ അവിടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവിടെ ഒരു സെറ്റിലായ ടീമിലേക്ക് ഹാർദിക്ക് വരുമ്പോൾ എത്രത്തോളം അത് അതാണ് ഒരു പ്രശ്നം വരാൻ പോണത് ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ. ഇപ്പോൾ ഋതുരാജ് ഗായ്ക്വാഡ് ഒരുവിധം സെറ്റാണ്. ആ സീസൺ തുടങ്ങുമ്പോൾ ഫോം വളരെ മോശമായിരുന്നു, ഇപ്പോൾ കുറച്ച് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രഷർ മാറി. പിന്നെ ഇപ്പം എങ്ങാനും ഗായ്ക്വാഡിനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു റെഡിമെയ്ഡ് ക്യാപ്റ്റനായിട്ട് സഞ്ജു ഉണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് ഹാർദിക്കിനെ കൊണ്ടുവന്ന് ഹാർദിക്കിനെ ക്യാപ്റ്റൻ ആക്കും വേണം, എന്താ വെച്ചാൽ സീനിയർ കളിക്കാരനാണ്. അപ്പം അത് പിന്നെ അവിടെയും പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളൊരു ചോദ്യം, അത് CSK മാനേജ്മെൻറ്റിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. പിന്നെ ഭുവനേശ്വർ കുമാറിൻ്റെ ഒരു പ്രകടനം നമ്മൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഈ സീസണിൽ ഉടനീളം അദ്ദേഹം മികച്ച രീതിയിലാണ് പന്തെറിയുന്നത്. ഇപ്പം പർപ്പിൾ ക്യാപ്പ് റേസിൽ ഒന്നാമത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഇന്നലത്തെ മത്സരത്തിൽ തന്നെ ഒരു സിക്സർ അടിച്ച് കളി തിരിച്ചതും ഭുവനേശ്വറായിരുന്നു. അപ്പോൾ ഇനി ഭുവനേശ്വറിന് ഇന്ത്യൻ ടീമിലേക്ക് ഒരു സാധ്യത എത്രത്തോളം ഉണ്ട് മടങ്ങി വരാനുള്ളൊരു? എനിക്ക് ഈ സെലക്ഷൻ കമ്മിറ്റിയെ പറ്റിയുള്ള ആകെയുള്ളൊരു പ്രശ്നം, അവർ പ്രായം നോക്കിയിട്ട് പലപ്പോഴും സെലക്ട് ചെയ്യണമെന്നുള്ള. ഇപ്പോൾ മുഹമ്മദ് ഷമിയെ ടെസ്റ്റ് ടീമിൽ എടുക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ ഭുവനേശ്വറിനെ പറ്റി മാത്രമല്ല പല കളിക്കാരെയും പറ്റി അവർ ഇപ്പോൾ കൃണാൽ പാണ്ഡ്യ അവസാനം ഇന്ത്യക്ക് കളിച്ചത് 2021. എന്തുകൊണ്ട്? പക്ഷെ ഫോം വെച്ച് നോക്കുമ്പോൾ എങ്ങനെ നോക്കിയാലും ഇപ്പോൾ അക്ഷർ പട്ടേലിൻ്റെ മുമ്പ് സെലക്ട് ചെയ്യേണ്ടത് കൃണാൽ പാണ്ഡ്യയാണ്. പക്ഷെ ഇവർ ഈ പ്രായം എന്ന് പറഞ്ഞിട്ട് ഫോമുള്ള കളിക്കാരെ അല്ല എപ്പോഴും സെലക്ട് ചെയ്യണം. പിന്നെ ഒരു T20 ലോകകപ്പ് ജയിച്ച ടീമാകുമ്പോൾ നമുക്ക് അധികം ചോദ്യം ചെയ്യാനും പറ്റില്ല. പക്ഷെ ഇപ്പം നാളെ ഒരു സ്ക്വാഡ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഭുവനേശ്വർ അതിൽ വേണം, ഉറപ്പായിട്ടും വേണം.